സൂര്യൻ പ്രകാശിക്കാത്തടുത്ത് അവർ പ്രഹരിക്കുന്നു. ഗ്രാമങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന നിഴലുകളുടെ പൂർണ്ണ സ്വരൂപം. ഇവർ കേവലം നായകന്മാരുമല്ല, വില്ലന്മാരുമല്ല. മുഖംമൂടികളും കത്തികളും മാത്രം കൈവശമുള്ള സാക്ഷാൽ ഹൊക്കാഗെയുടെ തന്നെ ഇരുട്ടിന്റെ കൈകളാണിവർ. രഹസ്യമായി ജനിച്ച് മുഖംമൂടികളാൽ ബന്ധിക്കപ്പെട്ട് രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന ഉരുക്കിന്റെ അരക്കില്ലമാണിവർ. അതെ, രക്തത്തിലും നിഴലിലും മുങ്ങിപ്പോകുന്ന നിശബ്ദതയിൽ നൽകപ്പെട്ട സമാധാനത്തിന്റെ വിലയറിഞ്ഞവർ. സംഘർഷവേളയിൽ മുൻപന്തിയിലും സമാധാനത്തിൽ പിന്നിലും നിൽക്കുന്ന ഇവർ ഷിനോബി ലോകത്തിന്റെ തന്നെ അടിത്തറയാണ്. പ്രശസ്തിക്കോ ബഹുമാനത്തിനോ വേണ്ടി പോരാടുന്നവരല്ലിവർ. ഒരിക്കലും തന്റെ വില്ലേജ് ഇരുട്ടിലെ രാക്ഷസന്മാരെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ പോരാടുന്നത്. നയതന്ത്രം പരാജയപ്പെടുമ്പോൾ, രാഷ്ട്രീയം തകരുമ്പോൾ മുഖം മൂടി ധരിച്ചവർ ഉയർന്നു വരുന്നു. രാത്രിയിലെ മരണത്തിന്റെ മന്ത്രണം പോലെയുള്ള ഇരുട്ടിന്റെ നിത്യമായ പടവാളായ ദ ലെജൻഡറി ആൻബു ബ്ലാക്ക് ഓപ്സ്. ഓഗിവൈൻ, ആൻബു ബ്ലാക്ക് ഓപ്സ് അല്ലെങ്കിൽ ദ ഷാഡോസ് ഓഫ് ദി ഹിഡൻ വില്ലേജ് എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ നാറൂട്ടോ യൂണിവേഴ്സിൽ തന്നെ എലൈറ്റ് നിഞ്ചകളുടെ ആ ഒരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻബു ബ്ലാക്ക് ഓപ്സിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒറിജിനും എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ അകത്തുള്ള റൂൾസും സ്ട്രക്ചറും ഫേമസ് ആയിട്ടുള്ള മെമ്പേഴ്സും മിഷൻസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ആൻഡ് ലെഗസി ഓൺ ദ നാറൂട്ടോ വേൾഡ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഒറിജിൻ. അതെ, ആൻബു ബ്ലാക്ക് ഓപ്സിൻ്റെ ഒറിജിൻ. അൻബു എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡാർക്ക് സൈഡ് എന്നാണ്. ആദ്യം ഇതിൻ്റെ പേര് സ്പെഷ്യൽ അസാസിനേഷൻ ആൻഡ് ടാക്ടിക്കൽ സ്ക്വാഡ് എന്നായിരുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ കൊണോഹാഗാക്കുറയിലെ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഹിഡൻ ഇൻ ദ ലീഫ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജിലെ സെക്കൻഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ടോബിറാമ സെഞ്ചു ആണ് കണ്ടുപിടിക്കുന്നത്. അതെ, നമുക്കറിയാം ടോബിറാമ സെഞ്ചു ഹാഷിറാമയുടെ അനിയൻ തന്നെയാണ് മിക്ക മെയിൻ സ്പെഷ്യൽ ഓർഗനൈസേഷൻ്റെയും തറക്കല്ല് തന്നെ ഇട്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോലീസ് ഫോഴ്സ് ഓഫ് കൊണോഹ, പിന്നെ നമ്മുടെ ചുനീൻ എക്സാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ടോബിറാമയാണ്. അതുപോലെ തന്നെ ആൻബു ബ്ലാക്ക് ഓപ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അസാസിനേഷൻ ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചതും ടോബിറാമ സെഞ്ചു തന്നെയായിരുന്നു. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ വാല്യൂ ആയിട്ടുള്ള, അതായത് രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ ആയിട്ടുള്ള ഹൈ വാല്യൂ ത്രെറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ടോബിറാമ സെഞ്ചു എലൈറ്റ് നിഞ്ചകളുടെ ആ ഒരു ഓർഗനൈസേഷനായിട്ടുള്ള അൻബുവിനെ കണ്ടുപിടിച്ചത്. നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ ആൻബു ബ്ലാക്ക് ഓപ്സിന്റെ മിഷൻ എന്ന് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അസാസിനേഷൻ, ടോർച്ചർ, സർവൈവൽ ഇതൊക്കെ തന്നെയാണ്. ഇവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊട്ടക്ട് ദ കാഗെ എന്നാണ്. ആരാണോ ആ ഒരു രാഷ്ട്രം ഭരിക്കുന്ന ഹൊക്കാഗെ, അവരുടെ വില്ലനുസരിച്ച് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ രണ്ടാമത്തെ പർപ്പസ്. സാധാരണ ഷിനോബികളിൽ നിന്നും അൻബു എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഓരോ മിഷൻസും ഓഫ് ദി റെക്കോർഡാണ്. അതെ, ക്ലാസിഫൈഡ് ആണ്. ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അത് സീക്രട്ടായിട്ട് അതിപ്പോൾ അസാസിനേറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. അതോടൊപ്പം തന്നെ ടാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ട വരുമായിരിക്കും. ഇതെല്ലാം മെയിൻലി നോക്കിയും കണ്ടും ചെയ്യുവാൻ ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് നിഞ്ചാസിനെ വേണം. ഓഫ് റെക്കോർഡായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുവാൻ, ഡയറക്റ്റ് കാഗയുടെ ഉപദേശങ്ങളും അവരുടെ ആജ്ഞകളും കേൾക്കുവാൻ ആ ഒരു ഗ്രൂപ്പാണ് അൻബു. സോ ഒറിജിൻ ആൻഡ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. ഇനി നമുക്ക് അവരുടെ അപ്പിയറൻസും എന്തെങ്കിലും സിമ്പിൾസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ അപ്പിയറൻസ്, അൻബു എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഫേസിൽ ഒരു മാസ്ക് കാണും. അതെ, സിഗ്നേച്ചർ അൻബു മാസ്ക്. ഇത് മിക്കവാറും ഓരോ ആനിമൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള മാസ്ക് ആയിരിക്കും. സീരീസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പൂച്ചകൾ, പട്ടികൾ, പിന്നെ കഴുകന്മാർ അങ്ങനെയുള്ളവരുടെയൊക്കെയാണ് മെയിൻലി ആനിമൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള മാസ്ക് നാറൂട്ടോ സീരീസിൽ കാണുവാൻ സാധിക്കുന്നത്. ഇത് ആരാണോ ആ എലൈറ്റ് നീച്ച അവരുടെ ഐഡൻറ്റിറ്റിയെ ഹൈഡ് ചെയ്യാനാണ്. കാരണം ഇത് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ പേഴ്സണൽ വെഞ്ചൻസ് അങ്ങനെ പറഞ്ഞു പോകും. സോ ഹൈ അസാസിനേഷൻ, ഹൈലി ത്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് തന്നെ ആയതുകൊണ്ട് ഇവരുടെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരുടെ സിഗ്നേച്ചർ അൻബു മാസ്ക് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്ലോത്തിങ് ആണ്. ഇവരുടെ ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ആർമറാണ്. അതിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വെസ്റ്റും കാണും, ഷോൾഡർ ഗാർഡ്സും പിന്നെ കുറച്ച് ഗ്ലൗസും കാണും. ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് സ്റ്റൈൽ. പിന്നെ ഇവരുടെ നെറ്റിയിൽ ഒരു പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ട്. അത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഇതും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അനോണിമിറ്റി ഉണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ വെപ്പൺ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞ് അൻബുവിന് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് അൻബു ഗിയർ ആയിട്ടുള്ള ടാൻഡോ അല്ലെങ്കിൽ ഷോർട്ട് ബ്ലേഡ് ആണ്.
അതോടൊപ്പം തന്നെ നാറൂട്ടോ ഡേറ്റാ ബുക്കിലെ ഇവരുടെ മാസ്ക് കേവലം ഇവരുടെ ഐഡന്റിറ്റിയെ മാത്രമല്ല മറയ്ക്കുന്നത്, മറിച്ച് നേഷൻസിന്റെ ടൂളായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നതെന്നും ഇവർക്ക് പേഴ്സണലായിട്ട് ഒരു വെഞ്ചൻസും ആരോടും ഇല്ലെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു മാസ്ക് ധരിക്കുന്നതെന്നും ഡേറ്റാ ബുക്കിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. അതെ, അൻബു ബ്ലാക്ക് ഓപ്സിൽ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്രിറ്റീരിയ ആണ് അൻബു ബ്ലാക്ക് ഓപ്സിൽ ചെയ്യുവാൻ വേണ്ടത്. ഇതിൻ്റെ പ്രായപരിധി, അതായത് ആ ഒരു എലൈറ്റ് നിഞ്ച സ്ക്വാഡിൽ ചേരണമെങ്കിൽ ഒരു വ്യക്തിക്ക് 13 വയസ്സെങ്കിലും മിനിമം ആയിരിക്കണം. ഇതാണ് ഏജ് റിക്വയർമെൻ്റ് ആയിട്ട് അൻബു ബ്ലാക്ക് ഓപ്സിന് വേണ്ടത്. എന്നാൽ ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ട് 11ാമത്തെ വയസ്സിൽ അൻബു ബ്ലാക്ക് ഓപ്സിൽ ചേർന്ന ഒരു ഒന്നൊന്നര ഐറ്റം ഉണ്ട്. അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അദ്ദേഹം കാണിച്ച മാസമൊന്നും നിലവിലാരും കാണിച്ചിട്ടില്ല. ഏതായാലും അതിൻ്റെ രണ്ടാമത്തെ ആളെ പറയാം. അതായത് 13ാമത്തെ വയസ്സിൽ തന്നെ അൻബു ബ്ലാക്ക് ഓപ്സിൽ റിക്വയർമെൻറ്റ് ഏജ് എന്ന് പറയുന്ന 13ാമത്തെ വയസ്സിൽ തന്നെ അൻബു ബ്ലാക്ക് ഓപ്സിൽ ചേർന്ന ഒരു ഒന്നൊന്നര ആളാണ് കക്കാഷി ഹട്ടാക്കെ. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ് 11ാമത്തെ വയസ്സിൽ ഒരാൾ എക്സെപ്ഷണലി കോമ്പാക്റ്റബിലിറ്റി ഒക്കെ കാണിച്ച് കയറിയിട്ടുണ്ട്. കമൻറ്റ് ചെയ്തേക്കൂ. സോ അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 13 ഇയേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലാതെ പറയുന്നത് എക്സെപ്ഷണൽ ആയിട്ടുള്ള കോമ്പാക്റ്റബിലിറ്റി, ഹൈ ഇൻ്റലിജൻസും പിന്നെ വില്ലേജുമായിട്ട് നല്ല ലോയൽറ്റി വേണം. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങൾ ചെയ്യുവാനും, അതായത് മോറലി പല കാര്യങ്ങൾ ചെയ്യുവാനും ഇൻഹ്യൂമൻ മിഷൻസും കൊടുത്തിരിക്കും. അതെല്ലാം ഭയങ്കര ലോയലായിട്ട് തന്നെ ചെയ്യണം. ഒരു സെക്കൻഡ് ഡൗട്ട്സിനും മനസ്സിന് ഇടം കൊടുക്കരുത്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അൻബു ട്രെയിനിങ് എന്ന് പറയുന്നത് ബ്രൂട്ടലാണ്. സാധാ ഷിനോബി ട്രെയിനിങ് പോലെ അല്ല. ഭയങ്കരമായിട്ടുള്ള അസാസിനേഷൻ ടെക്നിക്സ് ഒക്കെ ഇത് പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ സ്റ്റെൽത്ത്, ഇൻറ്ററോഗേഷൻസ്, ബാറ്റിൽ ടാക്ടിക്സ്, ഇതെല്ലാം ബ്രൂട്ടൽ രീതിയിലാണ് അൻബു പഠിപ്പിക്കുന്നത്. സാധാരണ ഷിനോബി മിഷൻസ് എല്ലാം ഓരോ ടീം കാണുമല്ലോ. ഈ അൻബുവിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഷഫിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയൊക്കെയോ അൻബുവിൻ്റെ റിക്വയർമെൻറ്റ്സ് രീതിയിൽ പറയുന്നുള്ളൂ. എന്നിരുന്നാലും ഇനി നമുക്ക് അൻബുവിൻ്റെ ബ്രാഞ്ചസ് നോക്കാം. ഏതൊക്കെ ടൈപ്പ് അൻബു ആണ് നിലവിലുണ്ടായിരുന്നതെന്ന്. നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ 2 ബ്രാഞ്ചസ് ഓഫ് അൻബുവിനെയാണ് മെയിൻലി പരാമർശിക്കുന്നത്. ഒന്നാമത്തേത് വില്ലേജിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന അൻബു ഗ്രൂപ്പ്. ഇത് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഇത് സത്യം പറഞ്ഞാൽ ഡാൻസോ ഷിമൂറ സീക്രട്ട് ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. ഡാൻസോയുടെ ഫൗണ്ടേഷൻ അൻബുവിൽ മോർ റൂത്ത്ലെസ്, സാധാരണ അൻബു ഒന്നാമത്തെ റൂത്ത്ലെസ് ആണെന്നറിയാം. ഡാൻസോയുടെ അൻബു ആ ഒരു ഫൗണ്ടേഷനിൽ മോർ റൂത്ത്ലെസ്സും ഓപ്പറേഷൻ ഇൻഡിപെൻഡൻ്റ്ലിയും, അതായത് ഹൊക്കാഗയുടെ വില്ല അനുസരിച്ച് അല്ലാതെ ഡാൻസോയുടെ വില്ല അനുസരിച്ച് കാര്യങ്ങൾ പോകുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് ഈ അൻബു ഫൗണ്ടേഷൻ. നാറൂട്ടോ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഫൗണ്ടേഷനിൽ ഓപ്പറേറ്റീവ്സ് അണ്ടർ ബ്രെയിൻ മാനിഷിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് പക്കായിട്ട് പറയുകയാണെങ്കിൽ ഇമോഷൻസിനെ എല്ലാം ഇറേസ് ചെയ്ത് പല ഫോർബിഡൻ ജുത്സുകളും ഡാൻസോ ചെയ്ത് പക്ക ഒരു പപ്പറ്റ്സ് പോലെ ആക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഫൗണ്ടേഷൻ അൻബുവിൽ ഉണ്ടായിരുന്നത്. ഇവർ ഡാൻസോനെ മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അൻബു ബ്ലാക്ക് ഓപ്സിനെ പറ്റി വേറെ നാറൂട്ടോ സീരീസിൽ പറയുന്നത് 100 നിന്നിനെ പറ്റിയാണ്. അതായത് മിസ്റ്റ് വില്ലേജിലെ അൻബുവിനെ പറ്റി. അതായത് മിസ്റ്റ് വില്ലേജിലെ ഒരു അൻബു സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ട്രാക്കിങ്ങിലും എലിമിനേറ്റിങ്ങിലും എന്ന് പറയുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഹാക്കുവിൻ്റെയും സാബൂസയുടെയും സ്റ്റോറി പറയുമ്പോഴാണ് പറയുന്നത്. ഇതല്ലാതെ വേറെ ഒരു നേഷൻസിൻ്റെയും എലൈറ്റ് നിഞ്ച ഗ്രൂപ്പ് അൻബു റിലേറ്റഡ് ആയിട്ട് അധികം പറയുന്നില്ല. ഇനി നമുക്ക് ഫേമസ് ആയിട്ടുള്ള അൻബു മെമ്പേഴ്സിനെ നോക്കാം. ഒന്നാമത്തെ ഏറ്റവും ഫേമസ് അൻബു മെമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു ജൊനീനാണ്. 11 വയസ്സിൽ യങ്ങസ്റ്റ് ഇൻ ഹിസ്റ്ററി, ഡയറക്ട്ലി ഹൊക്കാഗയുടെ മുമ്പിൽ വന്ന ഒരു ഉച്ചീഹ. അത് നിങ്ങൾ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ആൾ നോക്കാം, കക്കാഷി ഹട്ടാക്കെ. അതെ, 13ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്ത വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് അൻബു ക്യാപ്റ്റൻസ് എന്ന് പറയുന്ന പട്ടപ്പേര് തന്നെ ലഭിച്ച വൈറ്റ് ഫാങ്ങിൻ്റെ മകനായിട്ടുള്ള കക്കാഷി ഹട്ടാക്കെ. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് യമാട്ടോ ആണ്, അല്ലെങ്കിൽ ടെൻസോ. ഫൗണ്ടേഷനിൽ ഡാൻസോയുടെ കീഴിലാണ് ട്രെയിൻ ചെയ്തിരുന്നതെങ്കിലും ഒറോച്ചിമാരും ഉൾപ്പെടെയുള്ള പല എക്സ്പെരിമെൻറ്റും അദ്ദേഹം തരണം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആ വുഡ് റിലീസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമുക്കറിയാം, മറ്റേ ഹാഷുറാമ സെൽസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സായിയാണ്. അതെ, സാസ്കെ പോയി കഴിഞ്ഞപ്പോഴേക്ക് ടീം 7ലേക്ക് ഒരാൾ വന്നല്ലോ, അയാളാണ് സായി. ഇദ്ദേഹം ഇങ്ക് ജുറ്റ്സുവിൽ അതുല്യം തന്നെ ആയിരുന്നു. അടുത്തത് ഷീസൂയി ഉച്ചിയാണ്. നമുക്കറിയാം ഷീസൂയുടെ ആ ഒരു ഓറ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. അദ്ദേഹം അൻബുവിലുണ്ടായിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്നത് തന്നെ ബോഡി ഫ്ലിക്കർ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെയാണ്. ഇതിൽ ആദ്യം പറഞ്ഞ നമ്മളൊരാളുണ്ടല്ലോ 11 വയസ്സിൽ ആ ഒരു അൻബു ബ്ലാക്ക് ഓപ്സിൽ കയറിയവനും പിന്നെ നമ്മുടെ കക്കാഷി ഹട്ടാക്കയും മാത്രമാണ് അൻബുവിൻ്റെ ക്യാപ്റ്റൻസ് എന്ന രീതിയിൽ നമ്മൾക്ക് പരാമർശിച്ചിട്ടുള്ള മെയിൻ ആൾക്കാർ.
അതർ വില്ലേജിലെ മെയിൻ അൻപു ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി 2 പേരെ പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് സാബുസോ മൊമോഷിയും പിന്നെ കിസാമെ ഹോഷിഗാക്കിയും. അതായത് കിരിഗാക്കുറയിലാണ് കൂടുതലും പറഞ്ഞല്ലോ വേറെ ഒരു അൻപുവിനെ കണ്ടുമുട്ടിയിരുന്നു നമ്മൾ എൻ്റെ സീരീസിൽ. അതേപോലെ തന്നെ ഫോർമർ മിസ്റ്റ് അൻപു ആയിട്ട് തന്നെയാണ് കിസാമേനെയും കാണിക്കുന്നത്. അൻപു ബ്ലാക്ക് ഓപ്സിൻ്റെ മെയിൻ മിഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അസാസിനേഷൻ, അതായത് ട്രൈറ്റർമാരെ എലിമിനേറ്റ് ചെയ്യുക, മിസ്സിംഗ് ആയിട്ടുള്ള റോഗ് നിഞ്ചാസിനെ എലിമിനേറ്റ് ചെയ്യുക, പൊളിറ്റിക്കൽ ടാർഗറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുക, ഇതൊക്കെ അവരുടെ അസാസിനേഷൻ മിഷൻസിൽ വരുന്നതാണ്. പിന്നെ സർവൈലൻസ് ആണ്, അതെ സ്പൈ ചെയ്യുക. സ്പൈയിങ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ആൾ തന്നെയാണ് അക്കാട്സുക്കി എന്ന് പറയുന്ന അവിടെ ഡബിൾ സ്പൈ കളിച്ചതും വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഒരു ഉച്ചിഹ വംശം തന്നെ ഇല്ലാതാക്കിയതും. പിന്നെ ഗാർഡ് ഡ്യൂട്ടിയും കവറപ്സും, അതായത് ഇസറ്റയർ ആയിട്ടുള്ള കവറപ്സും ഗാർഡ് ഡ്യൂട്ടിയും എല്ലാം ഇവരും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ കക്കാഷി. അൻപുവിലുണ്ടായിരുന്നപ്പോൾ കോൾഡ് ബ്ലഡഡ് കക്കാഷി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അൻപു ബ്ലാക്ക് ഓപ്സിൻ്റെ മിഷൻസ് അദ്ദേഹത്തിൻ്റെ കഥയിലുടനീളം ഭയങ്കരമായിട്ടുള്ള ഒരു ഗിൽട്ട് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് കഥ കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. അതിലും നമ്മുടെ ഫൗണ്ടേഷൻ അൻപുവിൻ്റെ കാര്യം പറയുന്നതും കൂടെ ഇല്ലല്ലോ. ഡാൻസോയുടെ സ്പെഷ്യൽ ഓർഡേഴ്സ് കാരണം അതിലും കൂടുതൽ ഇമോഷൻസ് ട്രോമ ഇവരും അനുഭവിച്ചിട്ടുണ്ടാവാം. അൻപുവിൻ്റെ മേജർ നാറൂട്ടോ സ്റ്റോറി ഇമ്പാക്ട് ലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉച്ചിഹയുടെ വംശനാശം, അത് കഴിഞ്ഞ് കക്കാഷിയുടെ ആ ഒരു ഗിൽട്ട്, പിന്നെ സായി എന്ന് പറയുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പിന്നെ ഡാൻസോയുടെ ഫൗണ്ടേഷനിലുണ്ടായിരുന്ന അക്കാട്സുക്കിയുടെ ഡബിൾ വില്ലേജും പൊളിറ്റിക്സും കാര്യങ്ങളുമൊക്കെ, പിന്നെ വാർ കോൺട്രിബ്യൂഷനും. ഫൈനലി നമുക്ക് ലെഗസി ഓഫ് അൻപു നോക്കിക്കഴിയുകയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഷിനോബി സിസ്റ്റത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡ് തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നാറൂട്ടോനെ പോലെയുള്ള ഹീറോസ് കൊണ്ട് മാത്രമല്ല, അൺസീൻ ആയിട്ടുള്ള പല കില്ലേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പീസ് പല രാഷ്ട്രങ്ങളിലും ഇപ്പോഴും നടന്നു പോകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത്രയൊക്കെയാണ് നാറൂട്ടോ സീരീസ് കണ്ടതിൽ വെച്ച് അൻപു ബ്ലാക്ക് ഓപ്സിനെ പറ്റി എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കൂടുതൽ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അൻപു ബ്ലാക്ക് ഓപ്സ് റീഡർ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ അടുത്ത ഒരു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ജുറ്റ്സു എക്സ്പ്ലനേഷൻ, ക്യാരക്ടർ അനാലിസിസ് അതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Too long ago